മോനെ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഇനി പോയിട്ട് 2 ബുക്ക് എങ്ങനെ എടുത്ത് വായിക്കാൻ നോക്ക്. ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ല. ആ ശരി അച്ഛാ. അല്ലെങ്കിൽ ഇനി കുറച്ചും TV കണ്ടിട്ട് പഠിക്കാം. TV വെക്കട്ടെ. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. എന്റെ മോനെ വിഷയം. 15 minutes later. ഇനി എന്തായാലും കുറച്ചും കിടക്കാൻ തോന്നുന്നു. കുറച്ചും ഉറങ്ങൊക്കെ ചെയ്തിട്ട് എണീച്ചിട്ട് പഠിച്ചാ പോരെ. മറ്റന്നാൾ എക്സാം ഒക്കെ ആണ്. കുഴപ്പമില്ല, എന്തായാലും നൈറ്റ് പഠിക്കാം. അമ്മ ഒടുക്കത്തെ ക്ഷീണം. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. താനാ ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് ഒന്ന് വരാൻ പറ. സ്വപ്നായിരുന്നോ? ചേടാ, അത് സ്വപ്നായിരുന്നു. അപ്പോ പറയുന്ന പോലെ ഞാൻ ഫ്രീ ഫയറിലൊക്കെ കയറിയിട്ട് തന്നെ 1.5 വർഷം ആവാൻ പോവാ. എന്റെ പഴയ ഫ്രീ ഫയർ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ. അവരൊക്കെ ഇപ്പൊ ഗെയിം കളിക്കുന്നതന്നെ ഉണ്ടാവോ? ചേടാ, എന്നാലും ഇത്രയായിട്ടും ഞാൻ ആ ഒരു ഗെയിമിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഗെയിമൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടാവോ? എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യട്ടെ. എന്റെ അമ്മ, ഈ ഗെയിമില് നല്ല നല്ല അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും ഞാൻ കളി നിർത്തിയ സമയത്ത് ഒരുപാട് ബണ്ടിലും കാര്യങ്ങളൊക്കെ റിട്ടേൺ വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതെന്താ ഇമോട്ട് സെക്ഷൻ എടുക്കുമ്പോ വേറെ ക്യാമറ നയിക്കണൊക്കെ കാണുന്നേ? ഇത് കൊള്ളാലോ. ഇതില് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ? സൂം ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ മോനെ വിഷയ സാധനം. എന്തായാലും ഗെയിം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും തോന്നുന്നു. ദൈവമേ, ഇനി നമ്മുടെ പഴയ ബർമുഡ മാപ്പൊക്കെ ഗരൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവോ? എന്നാലും എന്റെ പഴയ ഫ്രീ ഫയർ അക്കൗണ്ട് ഒക്കെ ഇപ്പൊ ആരുടെ കയ്യിലാണോ എന്തോ. അന്ന് ക്യാഷിന് അത്യാവശ്യം വന്നില്ലെങ്കിൽ ഞാൻ അക്കൗണ്ട് കൊടുക്കില്ലായിരുന്നു. ഇപ്പോഴും അക്കൗണ്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായേനെ. എന്തായാലും ആ ഒരു സമയത്ത് ഈ ഒരു അക്കൗണ്ട് കൂടെ തുടങ്ങിയിട്ടത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ ഉപകാരപ്പെട്ടു. ചേടാ, പറയുന്ന പോലെ എന്റെ പഴയ ഫ്രീ ഫയർ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എവിടെ ആയിരിക്കും? അതൊക്കെ ഒരു കാലം. ലെജൻഡ് ബോയ്, റഫർ ബോയ്, എറർ ബോയ്, കൗ ബോയ്, ഒരു പട തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാല്. അവരൊക്കെ ഇപ്പോഴും ഈ ഗെയിം കളിക്കുന്ന തന്നെ ഉണ്ടാവോ? ചേടാ, എന്റെ ആ പഴയ അക്കൗണ്ട് ആയിരുന്നെങ്കിൽ എല്ലാവരും അതിൽ ഫ്രണ്ട് ആയിരുന്നു. ഈ ഒരു അക്കൗണ്ടില് ആര് ഫ്രണ്ട് ഉണ്ടാവാനാ? ഇതൊരു നൂബ് അക്കൗണ്ട് അല്ലേ. പുതിയ ഫോണൊക്കെ എടുത്തോണ്ട് അവരെ നമ്പറും കാര്യങ്ങളും എല്ലാം പോയായിരുന്നു. ചേടാ, ഇനിയിപ്പൊ അവരായിട്ടുള്ളൊരു കോണ്ടാക്ട് കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. എന്തായാലും ഈ അക്കൗണ്ടിൽ ആരെങ്കിലും ഫ്രണ്ട് ഉണ്ടോ നോക്കട്ടെ. ലെജൻഡ് ബോയ് അല്ലേ ഇത്? ഇവൻ ഈ അക്കൗണ്ടിൽ ഫ്രണ്ട് ആണോ? എന്റെ മോനെ വിഷയം. ലെജൻഡ് ബോയ് അല്ലേ ഈ ഓൺലൈനിൽ കാണുന്നത്? ഞാനാണെങ്കിൽ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും വേഗം ഇവന്റെ ടീമിലേക്ക് റിക്വസ്റ്റ് വിട്ടോക്കട്ടെ. എന്തായാലും റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്. അവനാണെങ്കിൽ എടുക്കുന്നതും കാണുന്നില്ലല്ലോ. എന്തായാലും ഒന്നുകൂടെ അയച്ചു നോക്കാം. എന്തായാലും ഒന്നുകൂടെ അയച്ചിട്ടുണ്ട്. എടുത്തല്ലോ. എടാ ലെജൻഡ്, നീ ഇത് ആരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നേ? ദാണ്ടെ ഏതോ ഒരുത്തൻ ടീമിലേക്ക് കയറി വന്നിരിക്കുന്നത്. എററും ഉണ്ടോ? എന്തായാലും ഇവരെ പറ്റിച്ചാലോ? ഇവർക്ക് എന്നെ മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. എടാ ലെജൻഡ്, ഇവരെ പിടിച്ച് കിക്കടാ. നമ്മുടെ റഫർ ഇപ്പൊ വരുന്നെന്നാ പറഞ്ഞേ. ഇതിന് ഇവനെനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഇവനേതാ? എടാളിയാ, നീ എപ്പോഴാണ് ഫ്രീ ഫയർ ഏറ്റിയത്? നിന്നെ എത്ര മിസ് ചെയ്തെന്ന് അറിയോ നമ്മള്? എടാ ബ്രോ, എവിടെയായിരുന്നാ ഇത്ര നാളും? നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലേ? ഞാൻ പിന്നെ നിങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചായിരുന്നു. എടാ ബ്രോ, ഞാനാണെങ്കിൽ ഇന്നാണോ ഫ്രീ ഫയർ കയറ്റിയത്. എന്റെ ഫോണൊക്കെ മാറ്റിയായിരുന്നു. ഞാനാണെങ്കിൽ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ ഫ്രണ്ട് ആയിരിക്കുമെന്ന്. ഇത് നമ്മുടെ ടെറർ ബോയ് അല്ലടാ. എടാളിയാ, നീ ആയിരുന്നോ? ആടാ, ഞാൻ തന്നെയാണ്. എടാ ബ്രോ, നിന്റെ അക്കൗണ്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നടാ. അപ്പോ നിന്റെ അക്കൗണ്ടിന്റെ പേരും കാര്യങ്ങളൊക്കെ മാറിയതോടെ നമുക്ക് മനസ്സിലായി നീ അക്കൗണ്ട് ഒക്കെ സെയിൽ ചെയ്ത് പോയെന്ന്. ആടാളിയാ, അതൊരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാ ഞാൻ ആ സമയത്ത് അക്കൗണ്ട് സെയിൽ ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ സെയിൽ ചെയ്യണ്ടായിരുന്നാ തോന്നുന്നേ. എന്തായാലും ഈ ഒരു അക്കൗണ്ടിൽ നിന്നെ ഫ്രണ്ട് ആക്കിയത് നല്ല കാര്യമായി. അതൊക്കെ വിളിക്കട്ടെ. നിങ്ങളിപ്പോ കളിക്കാറൊന്നുമില്ലടാ പഴയതുപോലെ. കളിക്കാറില്ലെന്നോ? എടാ പറഞ്ഞു കൊടുക്കടാ. എടാ ബ്രോ, നീ പോയതിന് പിന്നെ നമ്മള് ഇപ്പൊ 3 ആളെ വെച്ചാ കളിക്കാറ്. ഞാനും റഫറും ലെജൻഡും. നമ്മളാണെങ്കിൽ ക്ലാസ് കോഡൊക്കെ കളിച്ച കാലം മറന്നു. എപ്പ ഗെയിം കയറുന്നുണ്ടെങ്കിലും നമ്മൾ ഫുൾ മാപ്പ് മാത്രമേ കളിക്കാറുള്ളൂ. അത് ഈ 3 ആളെ വെച്ച്. സത്യാണോ? എടാ ബ്രോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് പിന്നെ ഈ ഗെയിമിന്റെ കാര്യം മറന്നുപോയി അങ്ങട്. നീ എന്തായാലും നല്ല പണിയാടാ കാണിച്ചത്. നമ്മള് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എപ്പോഴെങ്കിലും നീ നമ്മുടെ സ്ക്വാഡിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ച്. അപ്പോ നീ ആണെങ്കിൽ ഗെയിമേ മറന്നുപോയി ഇരിക്കുവായിരുന്നല്ലേ? അതല്ലടാ ബ്രോ, ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊക്കെയാ ഞാൻ ഈ ഗെയിം അങ്ങനെ മറന്നുപോയത്. എടാളിയാ, അതൊക്കെ വിടടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എടാളിയാ, അതൊക്കെ വിളിക്കട്ടെ. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നമ്മുടെ റഫർ ബോയ് എവിടെ? അവനോ? അവനൊരു പ്രാന്തനാ. അവനിപ്പോ ട്രെയിനിങ് ഗ്രൗണ്ടിലെ വലിയ പ്രോ പ്ലെയറാ. പേര് ABC റഫർ.
ആടാളിയാ അത് ശരിയാ, വള്ളി പിടിക്കാൻ അവനെ കഴിഞ്ഞില്ലു വേറൊരുത്തൻ. ആര്? നമ്മുടെ റഫർ ബോയിനെ തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നേ? ആടാളിയാ നമ്മുടെ പഴയ റഫർ ബോയിനെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. കൊള്ളാലോ. എന്നിട്ട് അവനെവിടെ? എടാളിയാ അവനിപ്പോ ഓൺലൈനിൽ ഇല്ല. ഞാൻ വേണമെങ്കിൽ വിളിച്ചിട്ട് അവനോട് ഓൺലൈനിൽ കയറാൻ പറയാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആ ഓക്കെടാ, ഓക്കെ. 15 minutes later. ദാണ്ട്ര റഫർ ബോയ് എത്തി കേട്ടോ. എന്റെ അളിയ, ഇവൻ അക്കൗണ്ട് ഒക്കെ ടോപ്പ് ചെയ്ത് സെറ്റ് ആക്കിയല്ലോ. മുന്നേ നമ്മളൊക്കെ കളിക്കുമ്പോ എങ്ങനെയുണ്ടായ അക്കൗണ്ട് അല്ലേ? അതൊക്കെ പണ്ടത്തെ റഫർ ബോയ്. ഇത് ABC റഫറാണ് മോനെ. അതെ തൊട്ടവൻ നാറും. അതൊക്കെ അവിടെ കിട്ടെ. എടാ ബ്രോ, നിന്നൊക്കെ എത്ര ഏടെ കണ്ടിട്ട്. നീ എവിടെ ആയിരുന്നു? നമ്മളൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ആണ് പിന്നെ അല്ലാതെ. നിങ്ങളൊക്കെ മറക്കോ? ഞാനാണ് പിന്നെ കുറച്ച് ഒത്തിക്കൊന്ന് മറന്നുപോയി. അതാ പിന്നെ ഫ്രീ ഫയറിൽ കയറാൻ നിന്നത്. എടാളിയാ എന്ത് കുറച്ച് ദിവസോ 1.5 കൊല്ലാ നീ ഫ്രീ ഫയറിൽ കയറാത്തത്. അത് പിന്നെ ഏടാളിയ, ഈ ഒരു തിരിച്ചുവരവ് നമ്മൾക്ക് എന്തായാലും ആവശ്യമായിരുന്നു. കുറെ പേർക്ക് നമുക്ക് അണ്ണാക്കിൽ കൊടുക്കാനുണ്ട്. നിങ്ങൾ ബോയ്സ് ഗ്യാങ്ങിന് എന്ത് പറ്റിയെന്ന് ചോദിച്ച് കുറെ അമ്മമാര് കൊണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏടാളിയാ ഇനിയും ബോയ്സ് ഗ്യാങ് എന്ന് പറയാതെ അതൊക്കെ കണ്ണാപ്പി തരാം. അതൊക്കെ പണ്ട്. ഇനിയിപ്പോ എല്ലാരും തിരിച്ചെത്തിയില്ലേ, നമുക്കൊരു പൊളി ഗിൽഡ് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ഏടാളിയ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ എല്ലാവരും തിരിച്ചുവരവിന്റെ ആ ഒരു പവർ ഇല്ലേ, നമുക്ക് മറ്റേവരങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ആ അത് ശരിയാ എടാളിയാ, അവന്മാർക്ക് ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അവന്മാരോട് പറഞ്ഞതാ, തീ അണഞ്ഞെന്ന് വെച്ച് ചെകയാൻ നിക്കണ്ട, കനല് കെട്ടിട്ടില്ല എന്ന്. ഏടാളിയാ ഇതെന്തായാലും ഒരു വാശിയുടെ പ്രശ്നാ. അവന്മാരെ നമുക്ക് വെല്ലുവിളിച്ച് കളിച്ച് പൊട്ടിക്കണം. ആഹാ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. നീ വിളിക്കണം അവന്മാരെ. പവർ ഇത് പവർ.